اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, തശവ്വുഫുക ഇലാ മാ ബതന ഫീക മിനൽ ഉയൂബി ഖൈറുൻ മിൻ തശവ്വുഫിക ഇലാ മാ ഹുജിബ അൻക മിനൽ ഗുയൂബി. തശവ്വുഫുക നീ എത്തി നോക്കൽ, ഇലാ മാ ബതന ഫീക നിന്റെ ഉള്ളിലുള്ളതായ ഒന്നിലേക്ക് നീ എത്തി നോക്കൽ. ആ ഉള്ളിലുള്ളത് എന്താണ്? മിനൽ ഉയൂബി, ഒരുപാട് ന്യൂനതകളും പോരായ്മകളൊക്കെ എവിടെ ഉണ്ട്? നിന്റെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലേക്ക് നീ എത്തി നോക്കുക എന്നുള്ളത് ഖൈറുൻ, അതാണ് നിനക്ക് ഏറ്റവും ഖൈർ. നിന്റെ പോരായ്മയിലേക്ക് തന്നെ നീ നോക്കലാണ് നിനക്ക് ഏറ്റവും ഖൈർ. എന്തിനേക്കാൾ? മിൻ തശവ്വുഫിക ഇലാ മാ ഹുജിബ അൻക, നിന്നെ തൊട്ട് മറക്കപ്പെട്ട ഒന്നിലേക്ക് നോക്കുന്നതിനേക്കാൾ. ആ മറക്കപ്പെട്ടത് എന്താണ്? മിനൽ ഗുയൂബ്, അദൃശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അല്ലാഹു തആല നിന്നെ തൊട്ട് മറക്കപ്പെട്ടതാണ്. അതിലേക്ക് നീ എത്തി നോക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നിന്റെ ഉള്ളിലുള്ള ഒരുപാട് പോരായ്മകളുണ്ട്, അതിലേക്ക് നീ എത്തി നോക്കുകയും ആ പോരായ്മകൾ, ന്യൂനതകൾ നീക്കാനുള്ള വഴി എന്താണ്, അതിനെ സംസ്കരിക്കാനുള്ള വഴി എന്താണ്, അത് കണ്ടുപിടിക്കുകയും ചെയ്യലാണ് നിനക്ക് ഏറ്റവും ഖൈർ എന്നാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ എന്ത് ചെയ്യണത്? 32ാമത്തെ ഹിക്മത്തായിട്ട് പറയുന്നത്. അതായത് നമ്മൾ കുറച്ചങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുക? നമുക്ക് ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം, ഇലാഹിയായ മഖാമാത്തുകളും ഹാലിലേക്കും നമ്മൾ എത്തണം, എൻ്റെ ദറജ എനിക്ക് തന്നെ കാണണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവന്റെ മനസ്സിലുണ്ടാകുക. അത് നീ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? നിന്റെ ഉള്ളിലുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. എന്താ ഉള്ളിലുള്ളത്? കൽ കിബിരി, അഹങ്കാരം, ഹിഖ്ദ്, പോര്, ഉൾനാട്യം, ലോകമാന്യം, അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളോടുള്ള ആഗ്രഹം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ദാരിദ്ര്യത്തിനോടുള്ള വെറുപ്പ്. നമ്മൾ മരിച്ചപ്പം എന്താ കാട്ടുക, കുട്ടികൾ എന്താ കാട്ടുക, നമ്മളെന്താ കാട്ടുക എന്ന് ആരും ചിന്തിക്കലില്ല. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയലുണ്ട്, ജനങ്ങളൊക്കെ എത്രയോ ആളുകളുടെ ജനാസയിൽ പങ്കെടുത്ത ആൾക്കാരാണ്. നമ്മളെ നാട്ടിൽ ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വേഗം ആ വീട്ടിൽ പോകും, ആ ജനാസ നമ്മൾ കാണും, അതിന് കുളിപ്പിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കും, മയ്യത്തിന്റെ കൂടെ നമ്മൾ പോകും, അല്ലേ? അതുപോലെ തന്നെ പള്ളിക്കാട്ടിലേക്ക് നമ്മൾ പോകും. ഇമാം ഖസാലി തങ്ങൾ പറയാണ്, ഈ നടന്നു പോകുന്ന വ്യക്തിക്ക് ഒരിക്കൽ പോലും മനസ്സിലാകുന്നില്ല താനും ഇതുപോലെ മരിക്കുമെന്ന്. തൻ്റെ അരികിലേക്ക് ആളുകൾ വരും, തന്നെ കുളിപ്പിക്കും, തൻ്റെ മയ്യത്തിന്റെ കൂടെ പോകും. മനസ്സിലാവുണ്ടോ? അത് വലിയൊരു ചിന്തയാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി തങ്ങൾ പറ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ദുനിയാവിനെ കുറിച്ചുള്ള നമുക്ക് മരിക്കാണ് നമ്മളെ വേജാറ് എന്താണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ കുട്ടികളെയും മക്കളെ ആരാ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ ഇപ്പൊ ആരാ നോക്കുക, ഉമ്മാനെ ആരാ നോക്കുക എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരുപാട് പോരായ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിന് എന്താണ് പരിഹാരം എന്നാണ് ഒരു വിശ്വാസിയായ ആൾ എന്ത് ചെയ്യേണ്ടത്? നോക്കട്ടെ. ഇവിടെ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള പോരായ്മകൾ അറിയാൻ, എന്താണ് എനിക്കുള്ള കുറവുകൾ, എന്റെ ന്യൂനതകളൊക്കെ എന്തൊക്കെയാണ്, അതറിയാൻ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു 4 വഴികൾ പറയുന്നുണ്ട്. ആ കിതാബിലുണ്ട് 4 വഴികൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഐ യജ്ലിസ ബൈന യദൈ ശൈഖിൻ ബസീറിൻ, ഒരു അകക്കാഴ്ചയുള്ള ഒരു ഷെയ്ഖിന്റെ മുമ്പിൽ പോയിരിക്കുക. ഒരു അകക്കാഴ്ചയുള്ള ഒരു ഷെയ്ഖിന്റെ മുമ്പിൽ പോയിരിക്കുക. ബിൽ ഉയൂബി വൽ ആഫാത്തി, നമ്മളെ പോരായ്മകളും നമ്മളുടെ ആഫത്തുകളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള
ഹൃദയത്തിന്റെ കണ്ണു തുറന്ന ഒരു മുറബ്ബിയുടെ മുമ്പിൽ നീ പോയിരിക്കുക. അപ്പൊ ആ മുറബ്ബി എന്ത് ചെയ്യും? നിനക്ക് പറഞ്ഞു തരും, നിനക്ക് ഇന്ന പോരായ്മകളൊക്കെ എവിടെ ഉണ്ട്, നിനക്കുണ്ട്. അത് നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിനക്ക് വിജയിക്കാം. ഒന്നാമത്തെ വഴി ഒരു മുറബ്ബിയുടെ മുമ്പിൽ പോയിരിക്കലാണ്, നമ്മളെ ന്യൂനതകൾ അറിയാൻ. രണ്ടാമത്തത് മുസാഹബത്തു സ്വദീഖിൻ സ്വദൂഖ്, സത്യസന്ധനായ ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക. കാരണം എന്താണ്? ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു കൂട്ടുകാരന്റെ അല്ലെ, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിന അല്ലെ, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യന്റെ കണ്ണാടിയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടാവുമ്പോ നമ്മളെ പോരായ്മകളൊക്കെ ആ കൂട്ടുകാരൻ എന്ത് ചെയ്യും? ഒരു റഖീബിന്റെ സ്ഥാനത്താണ് നമ്മൾ കൂട്ടുകാരൻ. യജ്അലുഹു റഖീബൻ അലാ അഹ്വാലിഹി വ അമാലിഹി, എല്ലാ അവസ്ഥകളിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ, ഇടപെടലുകൾ നടത്തുമ്പോണ്ടാകുമെന്ന് പോരാ, ഇതൊക്കെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? നമ്മളെ കൂട്ടുകാരന് മനസ്സിലാക്കാൻ കഴിയും. ആ കൂട്ടുകാർ പിന്നെ അവനോട് സംസാരിച്ചത് ശരിയായില്ല കേട്ടോ, അങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഏതെല്ലാം മന്നേക്കാളും മൂത്ത ഒരാളല്ലേ. അങ്ങനെ നമ്മളെന്ത് ചെയ്യും? നമുക്ക് മോട്ടിവേഷൻ തരാൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ നിനക്ക് വേണം. അപ്പൊ നിന്റെ പോരായ്മകൾ അറിയും. ഒന്ന്, ഒരു മുറബ്ബിയായ ഷെയ്ഖിന് മുമ്പിൽ പോയിരിക്കുക. രണ്ടാമത്തത് സത്യസന്ധനായ ഒരു കൂട്ടുകാരൻ. മൂന്നാമത്തത് അൻ യസ്തഫീദ മഅരിഫത ഉയൂബിഹി മിൻ അഅദാഇഹി, അതായത് ഒരു അൻ യസ്തഫീദ മഅരിഫത ഉയൂബിഹി മിൻ അഅദാഇഹി, അവന്റെ ഒരു ശത്രു അവനുണ്ടാവും. ശ്രദ്ധിക്കാം, അവന്റെ ശത്രുവിൽ നിന്ന് അവനക്ക് അവന്റെ പോരായ്മകൾ മനസ്സിലാക്കാൻ കഴിയും. ശത്രുവിൽ നിന്ന്. കാരണം നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ച് നമ്മളെ ശത്രു പറയുന്ന ചില വാക്കുകൾ അത് ചിലപ്പോൾ ഉള്ളത് തന്നെ ഈ കാരണം. നമുക്ക് നമ്മളെ കുറവുകൾ മനസ്സിലാവൂല. നമ്മളെ ശത്രുക്കൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, എന്ത്, എനിക്ക് അങ്ങനെ ഒരു കുറവുണ്ടായിരുന്നില്ലേ, അങ്ങനെ ഒരു പോരായ്മ ഉണ്ടായിരുന്നില്ലേ. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ വല്ലതും ചെയ്യാനാ നമ്മൾ നോക്കാം. ആ ശത്രുവിന്റെ നാവിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന്. നാലാമത്തത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ യസ്തഫീദ ദാലിക മിൻ മുഖാലത്തത്തിൻ നാസ്, ജനങ്ങളോട് നീ കൂടിക്കലര, ജനങ്ങളുമായുള്ള സമ്പർക്കം ഉണ്ടല്ലോ, അതിന്ന് മനസ്സിലാക്കാം എന്ത്, നമ്മളുടെ പോരായ്മകൾ എന്തൊക്കെയാണ്. ജനങ്ങൾ നിന്നോട് പറഞ്ഞു തരും നിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്. ഇങ്ങനെ 4 അവസ്ഥകളിലൂടെ ഒരു മനുഷ്യന് സ്വന്തം പോരായ്മകൾ എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണത് പറഞ്ഞു തരുന്നത്. നമ്മളൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അല്ലേ, രാത്രി കാലങ്ങളിൽ പിന്നെ വേഷപ്രച്ഛന്നനായി നടന്ന് ജനങ്ങളുടെ സ്ഥിതിവിവരങ്ങൾ അന്വേഷിക്കുന്ന പതിവ് ആർക്കുണ്ടായിരുന്നു? ബഹുമാനപ്പെട്ട ആർക്ക്? ഇമറുല്ലാഹുക്ക് ഉണ്ടായിരുന്നു അല്ലെ. അദ്ദേഹം ഒരു രാത്രി ചെന്ന സമയത്ത് നമ്മളൊക്കെ മദ്രസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, പാലിൽ വെള്ളം ചേർക്കുന്ന ഒരു കഥ എല്ലാവർക്കും അതറിയാം അല്ലെ. അപ്പോ പിന്നെ ഉമറുല്ലാഹുവിന്റെ ഇവിടുന്ന് മറഞ്ഞു നിന്നിട്ട് ഇങ്ങനെ കേൾക്കാണ്, എന്ത്, ഉമ്മ മകളോട് പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറയണതാണ്. അപ്പൊ മകള് പറഞ്ഞു അത് വേണ്ട, അല്ലാഹു തആല എല്ലാം കാണില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു സത്യസന്ധത ഉമർ തങ്ങൾ മനസ്സിലാക്കിയിട്ട് വേഗം വാതിൽ മുട്ടി. വാതിൽ മുട്ടിയപ്പോ ഉമ്മ ആകെ പേടിച്ചു പോയി. മകൾക്ക് പേടിയൊന്നും വന്നില്ല, ഉമ്മ ആകെ പേടിച്ചു പോയി. കാരണം പാലിൽ വെള്ളം ചേർക്കുന്ന കഥ ഉമർ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഉമറുല്ലാഹു പറഞ്ഞു, നിങ്ങൾ പാല് വെള്ളം ചേർക്കുന്ന കഥ അവിടെ പറയണില്ലേ ചോദിച്ചപ്പോ എന്തേ പറഞ്ഞു ആ പെണ്ണ്? ഉമറെ, ഞങ്ങൾ ഒരു തെറ്റാ ചെയ്തത്, പക്ഷെ നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നെന്താണ്? ഒന്ന് മറിഞ്ഞിരുന്ന് കേൾക്കുക എന്നുള്ളതാണ്. 2 അനുവാദം കൂടാതെ നിങ്ങളുടെ പെരന്റെ ഉള്ളിലേക്ക് കയറി. ഇങ്ങനെ ഈ പെണ്ണിന്റെ മോട്ടിവേഷൻ കേട്ടിട്ട് ഉമർ തങ്ങൾക്ക് ദേഷ്യമല്ല വന്നത്, ആ പെണ്ണിനോട് വല്ലാത്ത ഒരു എന്താ വന്നത്? താല്പര്യം വന്നു അല്ലേ. അങ്ങനെ സ്വന്തം മകനെ കൊണ്ട് എന്ത് ചെയ്തു? ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. അതിലുണ്ടായ മകനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സ്വാലിഹീങ്ങൾക്കാണ് നല്ല വിത്തുന്ന എന്തുണ്ടാവുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നില്ലേ, തഖയ്യറു, നീ തെരഞ്ഞെടുക്കണം, ലിനുതഫിക്കും, നിങ്ങളെ ഇന്ദ്രിയം നിക്ഷേപിക്കാൻ നിങ്ങൾ തെരഞ്ഞെടുക്കണം അല്ലെ. അല്ല കുഫുവത്തത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ആ ഇബാറത്ത് ശരിക്കും ഓർമ്മിട്ടണില്ല. നിങ്ങളെ ഇന്ദ്രിയം നിക്ഷേപിക്കാൻ പറ്റുന്ന ഗർഭപാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹീയിൽ പറയുന്നുണ്ട്.
അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ പോരായ്മകൾ അന്വേഷിക്കാനാണ് നമുക്ക് വല്ലാതെ അതിങ്ങനെ അന്വേഷിക്കുകയും അത് കണ്ടെത്തിയിട്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞ് രസിക്കുകയാണ് സത്യത്തിൽ നമ്മളെ പണി. സത്യത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് എന്താണ്? സ്വന്തം പോരായ്മകൾ എന്താണ്? ഇപ്പൊ ഇന്റെ പോരായ്മകൾ എനിക്ക് ശരിക്കും അറിയാം എന്തൊക്കെയാന്നുള്ളത്. ഒന്നിരുന്ന് ആലോചിച്ചാൽ മതി, എനിക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ട്, എന്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടോ, അസൂയ ഉണ്ടോ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് ശരിക്കും വ്യക്തമായി എനിക്ക് ബോധ്യപ്പെടും. നിങ്ങൾക്കും ശരിക്കും എന്ത് ചെയ്യും? ബോധ്യപ്പെടും. അത് ഏതാണെന്ന് കണ്ടെത്തി അത് നീക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഇതിൽ കൂടെ ഒരു കുട്ടി ഇങ്ങനെ രാത്രി 11 മണിക്ക് നടന്നു പോവുകയാണ്. അപ്പൊ നമ്മൾ പറയാ, ഇന്നാലിന ഖാലിദിന്റെ മകനെ രാത്രി 11 മണിക്ക് ഉണ്ടായിക്കൊണ്ട് നടന്നു പോകണം. മൂപ്പര മകൻ 12 മണിക്കാരൻ പേരേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പൊ നമ്മളെന്താ വേണ്ടത്? നമ്മളെ പോരായ്മകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അന്വേഷിക്കേണ്ടത്. ആ ബഹുമാനപ്പെട്ട് പറയാണ്, തശവുഫുക ഇലാമ ബത്വന ഫീക. തശവുഫുക, നീ എത്തി നോക്കുക എന്നുള്ളത്, ഇലാമ ബത്വന ഫീക, നിന്റെ ഉള്ളിലുള്ളതായ ഒന്നിലേക്ക് നീ എത്തി നോക്കുക. ആ ഉള്ളിലുള്ളത് എന്താണ്? മിനൽ ഉയൂബ്, ഒരുപാട് ന്യൂനതകളുണ്ട്. ആ ന്യൂനതകളിലേക്ക് എത്തി നോക്കുക എന്നുള്ളതാണ് ഖൈറുൻ, അതാണ് ഏറ്റവും ഖൈറ്. ഏതിനേക്കാൾ? മിൻ തശവുഫിക, നീ എത്തി നോക്കുന്നതിനേക്കാൾ, ഇലാമ ഹുജിബ അൻക മിനൽ ഗുയൂബ്, അദൃശ്യമായ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല നിന്നെ തൊട്ട് മറക്കപ്പെട്ടിട്ടുണ്ട്, തടയപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് നീ എത്തി നോക്കുന്നതിനേക്കാൾ എനിക്ക് വലിയ സ്ഥാനമാനങ്ങൾ വേണം. മഹാന്മാര് പറയുന്നുണ്ട്, കുൻ ത്വാലിബൽ ഇസ്തിഖാമത്തി, കുൻ നീ ആവണം, ത്വാലിബൽ ഇസ്തിഖാമത്തി, നീ ഇസ്തിഖാമത്തിനെ തേടണം. എന്താ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാല്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് നീ എന്നെ ചേർക്കുന്ന നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണുണ്ട്? എല്ലാ ഫാത്തിഹയിലും ദ്വാരക്കുണ്ട്. എന്താണ്? ഋജുവായ വഴി, യഥാർത്ഥ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിന്റെ വഴി. അതാണ് നീ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും നീ അന്വേഷിക്കേണ്ടത്. വലാ തകുൻ ത്വാലിബൽ കറാമത്തി, കറാമത്തിനെ നീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തേടേണ്ട ആവശ്യമില്ല. ഞാൻ വലിയ ആളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് നടക്കണം, മഴ പെയ്യെന്ന് പറഞ്ഞാൽ മഴ പെയ്യണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം? ഞാൻ എത്തണം. ഞാൻ ജനങ്ങളൊക്കെ ബഹുമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരണം എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. അതൊക്കെ അല്ലാഹു തആല അവന്റെ പ്രത്യേകക്കാരായ അടിമകൾക്ക് കൊടുക്കുന്നതാണ്. അത് നമ്മുടെ ജോലിയല്ല. ഇപ്പൊ എത്രയോ സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ, ഇപ്പൊ സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു, നിങ്ങൾ കേട്ടുകൂടാ? സിദ്ദീഖ് തങ്ങൾക്ക് ഒരുപാട് കറാമത്തുകൾ ചരിത്രത്തിൽ കേട്ടുകൂടാ? നിങ്ങൾ ആരെങ്കിലും? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനുള്ള അത്ര കറാമത്ത് സിദ്ദീഖ് തങ്ങൾക്ക് നിങ്ങൾ കേട്ടുകൂടാ? ഉണ്ടാവൂല. ഉണ്ടോ? ഇല്ല. എന്താ അവർക്ക് കറാമത്ത് ഇല്ലായിട്ടാണ്? കറാമത്ത് സ്വഹാബത്തിന് കറാമത്ത് ഇല്ലായിട്ടാണ്. അവർ ആ കറാമത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ അവരെന്ത് ചെയ്തിട്ടില്ല? എത്തി നോക്കിയിട്ട് തന്നെ ഇല്ല. അതിലേക്ക് തന്നെ അവർ ഇൽത്തിഫാത്തായിട്ടേ ഇല്ല. അവരുടെ ലക്ഷ്യം എന്ത് മാത്രമാണ്? അല്ലാഹ് മാത്രമാണ്. വേറെയുള്ള ഒരു കാര്യത്തിലേക്കും അവരെന്ത് ചെയ്തിട്ടില്ല. എന്നാൽ ലോകത്തെ എത്രയോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾക്ക് ഒരു മനുഷ്യന്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര വലിയ ഉന്നതമായ കറാമത്തുകൾ ഉള്ള ആളാണ്. പക്ഷെ അതൊന്നും ചരിത്രത്തിൽ വല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, ഫ്ലാഷ് ആയിട്ടില്ല. ഞാന് മുമ്പൊരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു റാബിയത്തുൽ അദവിയ്യനെ സമുദ്രത്തിന്റെ മുകളിലേക്ക് നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ മഹദി എന്താ പറഞ്ഞത്? നമുക്ക് വായുവിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. അപ്പൊ ഹസൻ അൽ ബസരി പറഞ്ഞു, അതിനുള്ള കഴിവ് അല്ലാഹു തആല എനിക്ക് തന്നിട്ടില്ല. അപ്പൊ മഹദി പറഞ്ഞു, നമ്മളെ ലക്ഷ്യം വായുവിൽ നിന്നുകൊണ്ട് സംസാരിക്കലോ സമുദ്രത്തിന്റെ മുകളിലൂടെ നടക്കലോ അല്ല. അല്ലാഹു തആല എന്താണോ പറഞ്ഞത് അത് റിളയോടുകൂടെ അത് ചെയ്യലാണ് നമ്മുടെ ജോലി. ബാക്കിയൊക്കെ അല്ലാഹു തആല തരുന്നതാണ്. ഒരു മനുഷ്യന് 3 നിലക്കുള്ള പോരായ്മകളുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 1 നഫ്സിന്റെ പോരായ്മകളാണ്, 2 ഖൽബിന്റെ പോരായ്മകളാണ്, 3 റൂഹിന്റെ പോരായ്മകളാണ്. നഫ്സിന്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാല് അവന്റെ ലക്ഷ്യം എന്ത് മാത്രമാണ്? തിന്നുക, കുടിക്കുക, സുഖിക്കുക, ഭോഗിക്കുക. അതിലൂടെ മാത്രം അവനെങ്ങനെ കൊണ്ടുപോവുക. അത് അവന്റെ നഫ്സിന്റെ പോരായ്മകളാണ്. അവൻ മനസ്സിലാക്കണം, എന്ത് തന്നെ തിന്നാനും കുടിച്ചാനും അല്ല അല്ലാഹു തആല ഈ ലോകത്തേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞയച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഭോഗിക്കാനും സുഖിക്കാനും രമിക്കാനും അല്ല അല്ലാഹു തആല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ആ പോരായ്മകൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? അതിനവന് ചികിത്സ തേടാൻ കഴിയണം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നഫ്സിന്റെ പോരായ്മകൾ. ഇനി ഖൽബിന്റെ പോരായ്മകൾ എന്ന് പറഞ്ഞതാണ് കിബ്ർ, ഹസദ്.
അതുപോലെ തന്നെ വലിയ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാം. ജനങ്ങൾക്കിടയിൽ ഞാനൊരു വലിയ നേതാവാകണം എന്ന് ആഗ്രഹിക്കുക. എനിക്കൊരു പ്രൗഢി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുക. എന്നെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആഗ്രഹിക്കുക. അങ്ങനത്തെ ആഗ്രഹങ്ങളില്ലേ, അത് കൽബിന്റെ പോരായ്മകളാണ്. അതിനെ ഓനെന്ത് ചെയ്യണം? അറിഞ്ഞുകൊണ്ട് അതിനെ ചികിത്സിക്കണം. അതേമാതിരി ഇനി റൂഹിന്റെ പോരായ്മകളുണ്ട്. എന്താ റൂഹിന്റെ പോരായ്മകള്? ഞാൻ കുറെ ദിക്റിന് ചൊല്ലിക്കഴിഞ്ഞാല് എന്ത് ചെയ്യണം? എനിക്കൊരു മുറബിയുടെ പട്ടം ഈ നാട്ടിൽ കിട്ടണം. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് വലിയ സ്ഥാനങ്ങൾ വേണം. അതൊന്നും ഒരാൾ ആഗ്രഹിക്കാൻ പാടില്ല. അതൊക്കെ റൂഹിന്റെ പോരായ്മകളാ. റൂഹ് എന്താ ചെയ്യേണ്ടത്? ഞാൻ എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ, അള്ളാഹുവിലേക്ക് തന്നെ എനിക്ക് എത്തണം. അള്ളാഹുവിന്റെ തൃപ്തി മാത്രമായിരിക്കണം റൂഹ് ആഗ്രഹിക്കേണ്ടത്. ഇങ്ങനെ റൂഹിനും ഒരുപാട് പോരായ്മകളുണ്ട്, കൽബിനും പോരായ്മകളുണ്ട്, അതുപോലെ തന്നെ നഫ്സിനും പോരായ്മകളുണ്ട്. ഇതൊക്കെ എന്താണ് എന്ന് കണ്ടെത്തി അതിന് ചികിത്സിക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമാന്റെ ലക്ഷണം. ഇപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഉണ്ടല്ലോ, ആ ഇബാദത്തുകളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ മോശമായ അമ്രാദുൽ ഖുലൂബിനെ കരിക്കാനുള്ള മരുന്നുകളാക്കണം. അല്ലാതെ നിസ്കാരം കൊണ്ട് എനിക്ക് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പറക്കാൻ കഴിയണം. മനസ്സിലാവുണ്ടോ? നിസ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം? അള്ളാഹു തആല ആ ചിന്തനെ എന്ത് ചെയ്യാൻ പാടില്ല. രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ഒന്ന് തഹ്ലിയത്തും, രണ്ട് തഹ്ലിയത്തും. തഹ്ലിയത്ത് എന്ന് പറഞ്ഞാല് അവന്റെ നഫ്സിലുള്ളതായ കച്ചറകളെ അവന് നീക്കുക. കച്ചറകളെ അവൻ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ട് അവന്റെ കൽബിൽ നിന്ന് നീക്കുക. എന്നിട്ട് തഹ്ലിയത്ത് എന്ന് പറഞ്ഞാല് വിനയം, സൽസ്വഭാവം, സഹാനുഭൂതി, അനുകമ്പ, റഹ്മത്ത്, ഇൽമ്, ഇർഫാന്, ഹുബ്, ഈ വക സാധനങ്ങൾ എവിടെ നടക്കുക? ആദ്യം അതിന് കുറെ ഒഴിവാക്കേണ്ട സാധനങ്ങൾ കുറെ ഒഴിവുണ്ട്. ഏത്? കിബറിന് ഒഴിവാക്കണം, അഹങ്കാരത്തിന് ഒഴിവാക്കണം, അസൂയ അവിടുന്ന് പോകണം, അകപ്പെരുമ പോണം, വലിയ ആളാണെന്നുള്ള ചിന്ത അവിടുന്ന് പോണം. ഇങ്ങനെ ഒരുപാടുണ്ട്. ഷഹ്വത്തുകളുണ്ട്, ഒരാളെ കുറ്റം പറയുന്ന മനസ്സുണ്ട്, നമീമത്തിന്റെ മനസ്സുണ്ട്. ഇതൊക്കെ ഈ വക കച്ചറകളൊക്കെ ആദ്യം എന്ത് ചെയ്യുക? കൽബിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. എന്നിട്ട് ആ കൽബ് ഖാലിയാക്കി വെക്കുക. എന്നിട്ട് ആ കൽബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? മഹബത്ത് കൊടുക്കുക, ഇൽമു കൊടുക്കുക, വിനയം കൊടുക്കുക, സൽസ്വഭാവം കൊടുക്കുക. എന്നിട്ട് ആ കൽബ് സമ്പന്നാക്കുക. അപ്പൊ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണ് അല്ലാഹു തആല എന്ത് ചെയ്യും? തുറന്നു തരികയും എന്താണ് അല്ലാഹു തആല നമ്മെ ഈ ലോകത്തേക്ക് പടക്കാനുള്ള കാരണം എന്താണ് എന്നതിന്റെ ഒരു പൊരുളുണ്ട്. ആ പൊരുള് അല്ലാഹു തആല നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കി തരും. അതെന്ന് മാത്രമല്ല, ഓരോ സൃഷ്ടികൾ അല്ലാഹു തആല ഈ ലോകത്തേക്ക് അയച്ചതിന്റെ രഹസ്യമുണ്ട്. നായനെ അല്ലാഹു തആല എന്തിനു പടച്ചു? പൂച്ചനെ അല്ലാഹു തആല എന്തിനു പടച്ചു? ഈ ലോകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലൊക്കെ അല്ലാഹു തആല ഓരോന്നിനും ഓരോ രഹസ്യങ്ങളുണ്ട്. അതൊക്കെ ഒരു യഥാർത്ഥ അടിമക്ക് എന്ത് ചെയ്യും? അല്ലാഹു തആല പറഞ്ഞു തരും. അത് അറിയലോടുകൂടെ പിന്നെ അടിമക്ക് പിന്നെ മുണ്ടാൻ കഴിയില്ല. പിന്നെ ഓൻ നിറഞ്ഞ കൊടാണ്, പിന്നെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഓൻ ആ ഹുബിന്റെ ലഹരിയിൽ മാത്രമായിരിക്കും ഉണ്ടാകുക. വേറെ ഒന്നിലേക്കും അവന്റെ ചിന്ത ഇൽത്തിഫാത്താവൂല. ആര് ഓനെ കുത്തി നോവിച്ചാലും ഓനക്ക് വേദനിക്കൂല. ആര് അവനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും അവന് പരാജയപ്പെടൂല. അവന്റെ മനസ്സ് എപ്പോഴും സമ്പന്നമായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വിശ്വാസി എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.